Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഈ മാസം 14-ന് പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. തന്ത്രി വിഭാഗത്തിൽ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട്, ജ്യോതിഷ വിഭാഗത്തിൽ പി പത്മനാഭ ശർമ്മ, ശില്പ വിഭാഗത്തിൽ കൂനത്തറ കെ വേലായുധൻ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 14-ന് ഉച്ചയ്ക്ക് 2:30-ന് കോഴിക്കോട്ട് ഈക്കാട്ടുമനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പുരസ്കാര വിതരണ ചടങ്ങ് നടുവിൽ മഠം പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട് രചിച്ച തന്ത്രിക് ഡയമെൻഷൻ ഓഫ് ഭഗവത്ഗീത എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. ചെറുമുക്ക് വല്ലഭൻ അക്കതിരിപ്പാടിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തന്ത്രശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും ശില്പശാസ്ത്രത്തിലും 3 വിഭാഗങ്ങളിലുള്ള ഇത്രയും കാലത്തെ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഈ വർഷം തന്ത്രശാസ്ത്ര വിഭാഗത്തില് കേരളത്തിൽ തന്നെ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായുള്ള തറവാട്ടിലെ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാടിനാണ് തന്ത്രശാസ്ത്ര വിഭാഗത്തില് ഈ രത്ന പുരസ്കാരം നൽകുന്നത്. അതേപോലെ ജ്യോതിഷ വിഭാഗത്തില് ഇരിങ്ങാലക്കുടയിലുള്ള പത്മനാഭ ശർമ്മ അദ്ദേഹത്തിനാണ് ജ്യോതിഷ ശാസ്ത്ര വിഭാഗത്തിൽ അവാർഡ് നൽകുന്നത്. പിന്നെ ശില്പശാസ്ത്ര വിഭാഗം കഴിഞ്ഞ പ്രാവശ്യം കാണിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിനായിരുന്നു ഈ അവാർഡ് നൽകിയത്. അത് ഈ വർഷം അനവധി ക്ഷേത്രങ്ങളിലെ ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള അനവധി ക്ഷേത്രങ്ങളിലെ ശില്പനിർമ്മാണ രംഗത്ത് അനവധി കാലം പ്രവർത്തിച്ചിട്ടുള്ള അനുഗ്രഹീതനായിട്ടുള്ള വേലായുധൻ എന്ന ശില്പി, കൂനത്തറ വേലായുധൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹത്തിനാണ് ഈ ശില്പശാസ്ത്ര വിഭാഗത്തിലെ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ക്ഷേത്രരത്ന പുരസ്കാരം നൽകുന്നത്. ഈ അവസരത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടത്തപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട് രചിച്ച ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള താന്ത്രിക് ഡയമെൻഷൻസ് ഓഫ് ഭഗവത്ഗീത എന്ന ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നത് നടുവിൽ മഠത്തിലെ തൃശ്ശൂർ നടുവിൽ മഠത്തിലെ പണ്ട് ശങ്കരാചാര്യർ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന മഠങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ നടുവിൽ മഠം. ആ നടുവിൽ മഠത്തിലെ ഇപ്പോഴത്തെ വിളംബരസ്വാമിയരായിട്ടുള്ള പാർത്ഥസാരഥി സ്വാമികൾ അദ്ദേഹമാണ് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നത്. അത് ആദ്യത്തെ ഗ്രന്ഥം സ്വീകരിക്കുന്നത് വൈദിക മേഖലയിലെ വൈദിക ശാസ്ത്ര മേഖലയിലെ അനവധി സംഭാവനകൾ നമ്മുടെ കേരളത്തിൽ നൽകിയിട്ടുള്ള യാഗങ്ങളും അതിരാത്രം പോലെയുള്ള വളരെ മഹത്തരമായിട്ടുള്ള യജ്ഞങ്ങൾ നടത്തിയിട്ട് പ്രസിദ്ധനായിട്ടുള്ള ഇത് 2ാമത് പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ വടപ്പിലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മാങ്ങാട്ടേശ്ശേരി രാജീവ് നമ്പൂതിരിപ്പാട്, സജീഷ് കോളശ്ശേരി, TS രാജേഷ് പാടാനകുറിശി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.